കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അയാളുടെ മരണം ഈമാനോടെ ആയിരിക്കും. മോമിനീങ്ങളെ ശ്രദ്ധിക്കണം. 1, ഡെയിലി 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ. ആകെ വേണ്ടത് 2 മിനിറ്റാണ്. 10 തവണ ഇഖ്ലാസ് സൂറത്ത് ഡെയിലി ഓതിയാൽ അയാൾക്ക് മരണം ഈമാനോടെ ആയിരിക്കും. 2, 10 മോമിനീങ്ങളോട് ഡെയിലി സലാം പറയൽ. എത്ര എളുപ്പമാണ്. ഫർദൻ ഔ ജംഅൻ, ഒറ്റക്കോ കൂട്ടത്തിലോ ആയി പറഞ്ഞാലും മതി. ഈ പ്രസംഗം തുടങ്ങുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും പറഞ്ഞല്ലോ. പ്രസംഗത്തിൽ കേൾക്കുന്ന 10 ആൾ മടക്കിയാൽ എൻ്റെ ഇന്നത്തെ 10 ആയി. അതിൻ്റെ ഇടയിൽ ചിലർ ചിന്തിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതിയാന്ന്. ഉടായിപ്പ് എന്നല്ലാണ്ട് വേറെന്ത് പറയണ്ട അതിനെക്കുറിച്ചൊക്കെ. ഒരു 10 ആളോട് ഡെയിലി സലാം പറയണമെന്നും പറയും. അതാണ് രണ്ടാമത്തെ കാര്യം. 3, രാവിലെയും വൈകുന്നേരവും 10 തവണ സ്വലാത്ത് ചെല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ശഅബാന് സ്വലാത്തിൻ്റെ മാസമാണ്. സ്വലാത്ത് ചെല്ലണമെന്ന നിർദ്ദേശമുള്ള ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്തിറങ്ങിയത് ശഅബാനിലാണ്. അതുകൊണ്ട് ശഅബാനിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്ന് ഇമാം ഖസ്വല്ലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. സ്വലാത്തല്ലാണ്. 4, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹദ്ദാദ് റാത്തീബ് പതിവാക്കൽ. 5, വുളൂഇന് ശേഷമുള്ള ദുആ. എല്ലാ വുളൂഇന് ശേഷവും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന എന്ന ദുആ സ്ഥിരമായി ചൊല്ലുന്ന ആളാണെങ്കിൽ അയാളുടെ മരണം ഈമാനോടെ ആയിരിക്കും. ഇത്ര സിമ്പിളാണ്. 6, ബാങ്കിന് ശേഷമുള്ള അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന ദുആ സ്ഥിരമായി ചൊല്ലുന്ന ആളാണെങ്കിൽ അയാളുടെ മരണം ഈമാനോടെ ആയിരിക്കും. അല്ലാഹുവേ, ഇതൊക്കെ പതിവാക്കി ഈമാനിൻ്റെ വക്താക്കളായി നമ്മളെ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഒരാൾക്ക് ഉണ്ടാവേണ്ട 6 ബേജാറുകളെ കുറിച്ചാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയണത്. 1, മിൻ ഖിബലില്ലാഹി തആല അൻ യഖുദ മിൻഹുൽ ഈമാൻ. എൻ്റെ ഈമാന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിക്കണം. അധിക പേരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് മരണപ്പെടുന്ന സമയത്താണെന്നുള്ള വാക്ക് ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് പലരുടെ ഈമാൻ നഷ്ടപ്പെടുന്നത്? 4 കാരണങ്ങൾ കൊണ്ടാണ് ഈമാനോടെ ജനിച്ച മനുഷ്യന്മാർക്ക് ഈമാൻ നഷ്ടം